ഹലോ ഗൈസ്, ഇന്നത്തെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഒരു 135 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. പിന്നീട് മാർക്കറ്റ് താഴേക്ക് ഒന്ന് വരികയും 24,529 നിന്ന് വീണ്ടും ഒരു അപ്സൈഡ് 24,650 പിന്നെ താഴേക്ക് ഇങ്ങനെ കുറച്ച് നേരം ഈ ഒരു റേഞ്ചിൽ കടന്ന് മാർക്കറ്റ് താഴോട്ടും മുകളിലോട്ടും പോകുമായിരുന്നു. ഇവിടെ നമ്മളാണെങ്കിൽ ഫസ്റ്റിൽ ഇവിടെ നമ്മുടെ ലൈനിൽ തന്നെയാണ് 24,650 എന്നൊരു റിജക്ഷനാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഒന്നും ട്രേഡ് എടുത്തില്ല. കാരണം രാവിലെ വിക്സ് നല്ല രീതിയിൽ കുറയുന്നുണ്ടായിരുന്നു. ഏകദേശം 2 പോയിൻ്റോളം വിക്സ് കുറയുന്നുണ്ടായിരുന്നു. സോ വിക്സ് കുറയുമ്പോൾ നമ്മുടെ പ്രീമിയം നല്ല ഹൈയിൽ നിന്ന് അതിലൊരു ഡീക്യൂ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. നമുക്ക് അതൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. കാരണം നമ്മുടെ ഈ മാർക്കറ്റ് നമ്മളുടെ ഉദ്ദേശിച്ച സൈഡിലോട്ട് പോകുന്നുണ്ടെങ്കിലും ഈ ഡീക്യൂ ഉണ്ടാവുന്നത് കൊണ്ട് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു 2 പോയിൻ്റ് വിക്സ് കുറഞ്ഞ ശേഷം വിക്സ് അവിടെ സസ്റ്റെയിൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതാണ്ട് നമ്മുടെ ഈ 24,650 നിന്ന് ഈ മാർക്കറ്റ് റിജക്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു തവണ റിജക്റ്റ് ചെയ്തിരുന്നു, ഇവിടെ രണ്ടാമത്തെ തവണ. ഇവിടുന്ന് നമ്മളൊരു ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു 24,650 നിന്ന്. അതിന് 24,650 മുകളിലായിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു PE എടുത്തിരുന്നു. നമ്മൾ ഒരുപാട് ഒരു പ്രോഫിറ്റിനായിട്ടോ വലിയ ഒരു ചാൻസ് ഒന്നും നോക്കിയില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിലിങ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു 10-15 പോയിന്റ് കയറുമ്പോൾ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വരുന്ന രീതിയിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് ട്രേഡ് എടുത്തത്. പിന്നെ അടുത്ത നമ്മുടെ ട്രേഡ് വന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെയും നമ്മൾ ഏകദേശം ഒരു സ്കാൽപ്പിംഗ് എന്ന് പറയാനേ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ഇന്ന് ആദ്യം വന്ന ഇന്നത്തെ രാവിലത്തെ ലോയിൽ ദാണ്ട് വീണ്ടും വന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് 24,533 നല്ലൊരു റിജക്ഷൻ കാണിച്ചു. സോ നമ്മൾ അത് 537 താഴെയായിട്ട് ദാണ്ട് ഇവിടെയാണെങ്കിൽ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ നമുക്ക് കിട്ടി. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു 24,562 താഴെയായിട്ട് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട്. ഇവിടെയും നമ്മളൊരു 10-15 പോയിന്റോളം ക്യാച്ച് ചെയ്ത ശേഷം ഇറങ്ങി. വീണ്ടും ഇവിടുന്ന് 24,650 നിന്നും ഒരു റിജക്ഷൻ, അവിടുന്ന് ഒരു PE എടുത്ത് 24,650 മുകളിലായിട്ട് ഈ 675 അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ട്രേഡ് എടുത്തത്. അവിടെയും നമുക്ക് നല്ല ഒരു 10-15 പോയിന്റ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെയും നമ്മൾ ഇവിടുന്ന് ഒരു CE ആണ് എടുത്തത്. നമുക്കിവിടുന്ന് നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി. അടുത്ത ക്യാൻഡിൽ വന്നപ്പോഴും ഇതാ 24,557 എന്ന് പറയുന്ന പോയിന്റിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സംഭവം നമ്മൾ 24,550 CE എടുത്ത് 24,550 താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു CE എടുത്തു. ഇവിടെ ആയപ്പോഴത്തേനും നമ്മൾ നമ്മുടെ ട്രേഡിങ് ഏകദേശം അവസാനിപ്പിച്ച് കഴിഞ്ഞു. കാരണം ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, എപ്പോഴും ഇങ്ങനെ കടന്ന് ഓസിലേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് എവിടേക്കെങ്കിലും ചിലപ്പോൾ അത് അപ്സൈഡ് ആവാൻ ഡൗൺ സൈഡ് ആവാൻ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ വീണ്ടും അവിടെ തന്നെ കടന്ന് ട്രേഡ് എടുത്തുകൊണ്ടിരുന്നാൽ അത് നമുക്ക് വലിയ നഷ്ടം വരുത്തും. സോ ഇവിടെ ആയപ്പോഴത്തേനും നമ്മളിന്ന് മാർക്കറ്റ് നമ്മുടെ ട്രേഡ് അവസാനിപ്പിച്ചു. പിന്നീട് മാർക്കറ്റ് താഴേക്ക് വന്നു. ഈ ട്രേഡ് നമ്മൾ എടുത്തിരുന്നില്ല. പിന്നെ മാർക്കറ്റ് നല്ലൊരു അപ്വേർഡാണ് കാണിച്ചത്. നമ്മുടെ 24,650 ബ്രേക്ക് ഔട്ട് ചെയ്തു. പക്ഷേ നമുക്കിവിടെ ഒരു ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. കാരണം അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊന്നും നോക്കി നമ്മൾക്ക് വെയിറ്റ് ചെയ്യാനൊരു ടൈമില്ല. കാരണം അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ദാണ്ട മാർക്കറ്റ് 24,732 എത്തിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളിവിടെ 24,650 താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് നമ്മുടെ സപ്പോർട്ടിന് താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് അതൊരു വലിയ സ്റ്റോപ്പ് ലോസ് ആവുകയും നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന അവസ്ഥയിലോട്ടും വരും. പക്ഷേ നമ്മളവിടെ ട്രേഡ് എടുത്തിരുന്നില്ല. പക്ഷേ നമ്മുടെ ലൈനിൽ തന്നെയാണ് ദാണ്ട് 24,819 എന്ന് പറയുന്ന ലൈൻ റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു 24,650 ബ്രേക്ക്ഔട്ട് ചെയ്താൽ 24,819 വരെ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ ആ ട്രേഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുമല്ല, അത്ര വിശ്വസനീയമായിട്ട് തോന്നിയതുമില്ല. അതുകൊണ്ട് നമ്മൾ ആ ട്രേഡ് എടുത്തിരുന്നില്ല. ഇനി അടുത്ത ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ സമയം 6:15. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുവാണെങ്കിലും ചെറിയൊരു ഡൗണിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു 60 പോയിന്റോളം ഡൗണിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി കാണാൻ കഴിയുന്നത്. സോ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നതിനേക്കാളും
താഴെയായിട്ടാണ് മാർക്കറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സസ്റ്റെയിൻ ചെയ്യുന്നത്. നാളെ രാവിലെ എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊന്നും നമുക്കറിയില്ല. എന്നാലും നമ്മൾ ലെവലുകൾ പറയുകയാണ്. 24,650-നും 24,819-നും ഇടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 24,654 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 24,654 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 24,819 വരെ നമുക്ക് ഒരു ട്രേഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. $24,500-നും 24,654-നും ഇടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 24,500 നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത 24,654 വരെയും 24,654 സസ്റ്റെയിൻ ചെയ്താൽ 24,819 വരെയും. പിന്നെ നമ്മുടെ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 24,954 താഴോട്ടാണെങ്കിൽ 24,654 സപ്പോർട്ട് എടുത്തില്ല, ഫാൾ ആവുകയാണെങ്കിൽ 24,500. 24,500 ഫാൾ ആവുകയാണെങ്കിൽ നമ്മുടെ അടുത്ത മേജർ സപ്പോർട്ടായിട്ട് നമ്മളിപ്പം കാണുന്നത് 24,400 24,400 ഫാളായ 24,300. സോ നാളെ എല്ലാവർക്കും ഒരു നല്ല പ്രോഫിറ്റബിൾ ഡേ ആശംസിച്ചു കൊള്ളുന്നു. താങ്ക് യു.